കൊച്ചു ത്രേസ്യയ്ക്ക് ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അഭിലാഷം യേശുവിൻ്റെ വാത്സല്യാതിരേകം എല്ലാ കുഞ്ഞുമക്കളെയും ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു. എന്നാൽ കർമ്മലീത്ത മഠത്തിൻ്റെ 4 ഭിത്തികൾക്കുള്ളിൽ നയിക്കുന്ന ഏകാന്ത ജീവിതത്തിൽ അതിന് സാധ്യതകൾ ഇല്ല എന്നറിയാമായിരുന്നെങ്കിലും യേശുക്രിസ്തുവിൻ്റെ അനന്തകാരുണ്യത്തിൽ സമ്പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈശോയ്ക്ക് ആത്മാർപ്പണം ചെയ്യുന്ന പക്ഷം തനിക്ക് നൽകിയതിലുമധികം മഹത്തായ ദാനങ്ങൾ കൊണ്ട് കുഞ്ഞാന്മാക്കളെ ഉന്നമിപ്പിക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി അവൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. യേശുവേ, അങ്ങയുടെ തൃക്കടാക്ഷം അസഖ്യം കുഞ്ഞാന്മാക്കളുടെ മേൽ പൊഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞു ബലിവസ്തുക്കളുടെ വമ്പിച്ച ഒരു ഗുണത്തെ അങ്ങ് തിരഞ്ഞെടുക്കണമേ. അവരിലായിരിക്കും അങ്ങയുടെ സ്നേഹം അർഹിക്കുന്നത്. കൊച്ചുത്രേസ്യയുടെ മരണശേഷം വിശുദ്ധരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന വിവിധ സന്യാസ സഭകളിൽ കൂടിയും മിഷണറി സമൂഹത്തിൽ കൂടിയും ചെറുപുഷ്പ മിഷൻ ലീഗ്, ലിറ്റിൽ വേ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിൽ കൂടിയും അവിടെ ആഗ്രഹം ദൈവം ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംസിയായിരിക്കും, സ്തുതിയായിരിക്കും.